Origins Cock, Khajuraho Dreams, ഡയറക്ടർ മനോജ് വാസുദേവ്, റൈറ്റർ സേതു. ഈ പുരാവസ്തു 2019 ചെയ്ത പടം. അപ്പോൾ ഇത് കുറേ കാലമായി ഇങ്ങനെ പൊട്ടിപ്പൊട്ടിച്ച് പെട്ടിയിൽ കിടക്കുന്നു. അങ്ങനെ ഈ പുരാവസ്തു ഇറക്കി വിട്ടേക്കാണ് എപ്പോഴും 2025. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് തന്നെ 2 വർഷത്തോളമായി. പണ്ട് ഞാൻ കൂത്തുപറമ്പ് ബേബി തിയേറ്ററിൽ നിന്ന് ഏത് സിനിമ കാണാൻ പോയാലും ഇതിൻ്റെ ഉറപ്പിക്കലായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കാണാതെ രക്ഷയില്ല. DOP പ്രദീപ് നായർ, എഡിറ്റർ ലിജോ പോൾ. ഇത് റോഡ് ട്രിപ്പും പരിപാടിയും യാത്രകളൊക്കെയാണ്. വിഷ്വൽസ് ഒന്നും വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത വിഷ്വൽസും അതുപോലെ തന്നെ സോയിസ് എഡിറ്റിംഗ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപി അണ്ണൻ, ഗോപി സുന്ദർ. 2019 പുള്ളി അങ്ങനെ നിൽക്കുന്ന ടൈമാണ്. ആ സമയത്ത് പുള്ളി ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹിന്ദി പാട്ട്, പിന്നെ കുറച്ച് ഒരു പാട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ പകലുകളിലെ, ഇരവുകളിലെ, വീതികളിലെ, നഗരികളിലെ, കരകളിലെ, കല്ലക്കലക്കല്ലേ പറഞ്ഞൊരു പാട്ടുണ്ട്. വിനീതാണ് പണിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇവർ ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ ഈ പാട്ടാണ്, സിനിമ അവസാനിക്കുന്നു ഈ പാട്ട് കൂടി, അങ്ങനെ അതായത് വീണ്ടും ഒരു യാത്ര പോകണം. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഹിന്ദി സോങ്, പിന്നെ ഗോപിണ്ണനായിട്ടുള്ള ചില പെക്യുലറായിട്ടുള്ള ചില ലാസ്റ്റ് ഒരു മൊട്ട വില്ലനൊക്കെ വരുന്നുണ്ട്, മറ്റൊരു പെസ്റ്റിസൈഡ് വില്ലൻ. അപ്പോൾ പുള്ളിയെ കാണിക്കുമ്പോഴേ സ്കോറുണ്ട്. ലാൽ ജോസാണ് ഇതിൻ്റെ വോയിസ് ഓവർ. ഇങ്ങനെ ക്യാരക്ടർ ഇൻട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ക്യാരക്ടർ ഇൻട്രോ ആണ് ആദ്യത്തെ അരമണിക്കൂർ. ആകെ 2 മണിക്കൂർ 11 മിനിറ്റേ ഉള്ളൂ. അതിൽ ആദ്യത്തെ അരമണിക്കൂർ ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്നത്തെ വലിയ താരങ്ങളാണ്. ആ സമയത്ത് 2019 ഇവരിങ്ങനെ മൾട്ടി സ്റ്റാർ എന്ന് വേണേൽ പറയാം ഇന്ന് ഇറക്കുന്ന സമയത്ത്. കാരണം അർജുൻ അശോകൻ ഒറ്റയ്ക്ക് സിനിമ ചെയ്യുന്ന ആളാണ്. ശ്രീനാഥ് ബാസി ഒറ്റയ്ക്ക് സിനിമ ചെയ്യുന്ന ആളാണ്. ഇന്നലെ ഒറ്റയ്ക്ക് ഒരു സിനിമ ഇറക്കി, പൊങ്കാല. പിന്നെ അതുപോലെ തന്നെ ഷറഫ് ഈയിടെയായിട്ട് ഗംഭീരമായിട്ട് വിജയിച്ച ചിത്രങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ, പിന്നെ ധ്രുവൻ അറിയാലോ, അപ്പോൾ വില്ലനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ ചെന്നിട്ടാണ്. പിന്നെ അതിഥി രവിയും. അപ്പോൾ ഇവരെ ഓരോ ആളുകളെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇദ്ദേഹം ഗൗതം ടെക്കി, പിന്നെ അർജുന അശോകൻ, പിന്നെ ഇഷാൻ എന്ന് പറഞ്ഞിട്ട് ബാസി. ധ്രുവൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇടിക്കാരനാണ്, സൂര്യ നാരായണൻ ഇടി പേടിക്കണം. പിന്നെ അതിഥി രവി ചെയ്ത കഥാപാത്രം ലൊള്ള മാമച്ചൻ മാത്യു എന്ന് പറഞ്ഞാൽ ലൊള്ള ഒരു കഥാപാത്രം. കാരണം ഒരു യാത്രയൊക്കെ ആകുമ്പോൾ ഒരു പെണ്ണ്, അത് സ്ത്രീ പ്രാതിനിധ്യം. ഇപ്പം പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷന് പോകുന്ന സമയത്ത് ഒരു സ്ത്രീ പ്രാതിനിധ്യം, ഒരു സ്ത്രീ ഉണ്ടാവില്ല, അതുപോലെ ഒരു സ്ത്രീ. അതാണ് അതിഥി രവി ചെയ്ത കഥാപാത്രം. ജോണി ആൻ്റണി കുറേ സമയമേ ഉള്ളൂ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ചെമ്പൽ അശോകനുണ്ട്, ബാദുക്കയുണ്ട്, പിന്നെ തോട്ടക്കാരനായിട്ട്, പിന്നെ സോഹൻ സിൻലോലുണ്ട്. ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ സാദിഖുണ്ട്. സാദിഖിന് ക്ലാഷ് റിലീസാണ്. കാരണം സാദിഖാണ് മറ്റേതിലുള്ളത്, പൊങ്കാലയിലുള്ളത്. ഇതിലും സാദിഖുണ്ട്. അപ്പോൾ സാദിഖിന് ക്ലാഷ് റിലീസാണ്, 2 സാദിഖിന്. അങ്ങനെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ കുറേ പിന്നെ ഇവർ മധ്യപ്രദേശിലെ ഇവിടെ പോകണല്ലോ, ഖജുറാഹോയിൽ പോകുന്നതുകൊണ്ട് പിന്നെ കുറേ ആ തരത്തിലുള്ള കോസ്റ്റ്യൂംസും അങ്ങനെയുള്ള നടിമാരും ദേവദാസികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്തുള്ള ഖജുറാഹോയിലുള്ള രതിശില്പങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഷറഫിൻ്റെ ക്യാരക്ടർ ഒരു കോഫി ഷോപ്പ് നടത്തുവാണ്. പുള്ളിയുടെ ഭാര്യയായിട്ട് ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ ഗ്യാങ്ങാണ്, ഇവരെല്ലാവരും കൂടെ ഗ്യാങ്ങാണ്. മറ്റേ അസുര അതുപോലെ ഒരു ഇങ്ങനെ എന്ന് വിളിക്കുന്ന ഗ്യാങ്ങാണ്. അപ്പോൾ ഇതിൽ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഇവരെന്നെ അങ്ങോട്ട് സംസാരിക്കും പോലെ. അതായത് ബാസി സംസാരിക്കുന്നു, ഷറഫ് എന്തോ കൗണ്ടർ പറയുന്നു, ചില സിനിമയിലെ ഡയലോഗ്സ് പറയുന്നു, പഴയകാല. പിന്നെ ഇടയ്ക്ക് ധ്രുവൻ എന്തോ പറയുന്നു, അതിഥി അതിന് കൗണ്ടർ അടിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും സംസാരിച്ച് ആദ്യത്തെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരെ യാത്ര പോവാം ബൈക്കിൽ. പിന്നെ റോഡ് ട്രിപ്പാണ്. ആ ഭാഗം ഞാൻ അത്യാവശ്യം അങ്ങനെ നല്ല രീതിക്ക് കണ്ടിരുന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് രസമാണല്ലോ, ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണില്ലേ ആൾക്കാർ ട്രിപ്പ് പോകുന്നത്. അതുപോലെ ഒരു വണ്ടി നിർത്തുന്നു, പാട്ട് മറ്റേ നഗരിക്കള്ളി ഉടല്ലക്കള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇടയ്ക്കിടയ്ക്കുണ്ടേ. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നു, ഏതെങ്കിലും ദാബ കാണുമ്പോൾ നിർത്തുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. അതിനിടയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് കാണുന്നു, അവർ രക്ഷിക്കുന്നു, വീണ്ടും പോകുന്നു, ഇങ്ങനെ പോകുന്നു, വീണ്ടും നിർത്തുന്നു, പാട്ട് ആരൊക്കെയോ കാണുന്നു, ഏതൊക്കെയോ സ്ഥലം കാണുന്നു. ഇങ്ങനെ അപ്പോൾ ആ ദാറ്റ് പാർട്ട് ഓഫ് ആ ജേണി പാർട്ട്, ആ റോഡ് ട്രിപ്പ് പാർട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാനൊരു രസമാണല്ലോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഇവർ ഈ ഖജുറാഹോയിലെത്തി. പിന്നെ അപ്പോഴേക്ക് ഇൻ്റർവെല്ലായി. അവിടെ എത്തിയിട്ട് പിന്നെയാണ് ഇതിൽ അപരാധം തുടങ്ങുന്നത്. പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീനാഥ് എന്തൊക്കെയോ കാണിക്കുന്നു, ഷറഫ് എന്തൊക്കെയോ അവിടുത്തെ സ്ത്രീകളോട് സംസാരിക്കുന്നത്. ദേവദാസികൾ രതിശില്പങ്ങൾ കാണാൻ പോയത്, ദേവദാസികളെ കാണാൻ പോയി. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കാന്ന് വെച്ച് പോയതാണ്.
അവിടെ നിന്ന് പിന്നെ ഒരുമാതിരി നാടകം പോലെ, കാരണം ഇത് വലിയ സ്പേസ് ഇല്ല. ഈ ഒരു ഖുജുറാഹോ എന്ന ഒരു ഗ്രാമമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇവരെ അങ്ങോട്ട് കൊണ്ട് പറയും, ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഇവർ വെള്ളമടിക്കുന്നു, വീണ്ടും പിന്നെ ഗഞ്ചി അടിക്കുന്നു, പിന്നെ അങ്ങോട്ട് എന്തൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെ വരുന്നു, എന്തൊക്കെ പോകുന്നു, അങ്ങനെ പിന്നെ എന്തൊക്കെയോ ടിസ്റ്റും എന്താ കൃഷിയും പെസ്റ്റിസൈഡ്സും മറ്റേ ചന്തുനാഥൊക്കെ ഉണ്ട്. ചന്തുനാഥൊക്കെ ആ സമയത്ത്, ഇപ്പോൾ ചന്തുനാഥൊക്കെ എവിടെയെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിനിമ. ഗ്രാമപ്രധാനായിട്ട് രാജ് അർജുനൊക്കെ വരുന്നുണ്ട്, സാർ അർജുൻ്റെ അച്ഛൻ. അങ്ങനെ പിന്നെ നന്മവരൻ ജിസ് ജോയ്, അങ്ങനെ ഇതിൽ അവസാനം കുറച്ച് നന്മ പ്രവർത്തിക്കുന്നുണ്ട്. നന്മവരൻ ജിസ് ജോയ് വരുന്നു. പിന്നെ ഇതെല്ലാം സായിപ്പും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ സായിപ്പല്ല മദാമ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഈ റോഡ് ആ യാത്ര അങ്ങനെ ഫുഡ് അടിക്കുന്നത് കാണാൻ രസമല്ലേ. കട്ടൻ ചായ കുടിക്കുന്നു, ഫുഡ് അടിക്കുന്നു, ഡ്രിങ്ക്സ് അടിക്കുന്നു, സ്മോക്ക് ചെയ്യുന്നു, അവിടെ ഇവിടെ പോയിരിക്കുന്നു, ടെൻ്റ് അടിക്കുന്നു, ഇങ്ങനെ പോകുന്നു. അതിങ്ങനെ അത് യൂട്യൂബ് വീഡിയോ കാണാൻ രസമാണ്, ഇതുപോലെ സിനിമയിൽ കാണിക്കുന്നത് കാണാൻ രസമാണ്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫ് അസഹനീയം. അസഹനം വെച്ചാൽ കാച്ചാറമയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം കാണിക്കുക, എല്ലാവരും മത്സരിച്ച് അപരാധം കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമ പറയുന്നത്. തെരുവ് കിള്ളി, പകല് കിള്ളി, നഗരി കിള്ളി എന്ന് പറഞ്ഞ പാട്ടോടുകൂടി അവസാനം വീണ്ടും വരെയും ട്രിപ്പ് പോകേണ്ട പരിപാടിക്കാണ്. അപ്പോൾ അതാണ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ധ്രുവ നക്ഷത്രം.